കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാർക്ക് വലിയ ശാസന നൽകിയിരിക്കുകയാണ് കെ മുരളീധരൻ. അങ്ങനെ ഗംഭീരമായൊരു വെടി പൊട്ടിച്ചിരിക്കുകയാണ്. കാരണം കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാർ എം പി സ്ഥാനം മതിയാക്കി കേരള നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു വെടിപൊട്ടിക്കൽ നടത്തിയിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാർക്ക് അറിയാം, ദേശീയ തലത്തിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അല്പം പ്രതീക്ഷയ്ക്ക് വക നൽകി നിൽക്കുന്നത് കേരളത്തിലെ ഭരണം മാത്രമാണ്. തുടർച്ചയായി 2 വട്ടം പിണറായി വിജയൻ്റെ ഭരണം ജനങ്ങൾക്ക് വല്ലാത്ത ഒരു മടുപ്പുണ്ടാക്കിയിരിക്കുകയാണ്. അതിൽ നിന്നുള്ള ഒരു മോചനമായിട്ട് UDF-ലേക്ക് കയറും എന്നുള്ള ഒരു കണക്ക് കൂട്ടലുണ്ട്. പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ അത് വ്യക്തമായി. ഒരു തരംഗം UDF-ലേക്ക് ഉണ്ടാകും എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ പല മുതിർന്ന കോൺഗ്രസ് എം പിമാർ ഉള്ളത്. അവർ നിയമസഭയിലേക്ക് മത്സരിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ കാസർഗോഡുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി, ചാലക്കുടിയിലെ എം പി ബെന്നി ബെഹനാന്, പത്തനംതിട്ട എം പി ആൻഡോ ആൻ്റണി, കോഴിക്കോട് നിന്നുള്ള എം പി MK രാഘവൻ, ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശ്, ഇങ്ങനെ പോകുന്നു. അടൂർ പ്രകാശിന് പിന്നെ ഏറെ സാധ്യതകളുണ്ട്. കാരണം അടൂർ പ്രകാശ് UDF-ൻ്റെ കൺവീനറാണ്. ഈഴവ പ്രാതിനിധ്യം കുറവാണ് എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും പരിഗണന ഹൈക്കമാൻഡ് നൽകാൻ സാധ്യതയുണ്ട്. മുരളീധരൻ ഇപ്പോൾ വെടിപൊട്ടിച്ചിരിക്കുന്നത്, മുരളീധരൻ അതിന്മേലുള്ള അവകാശമില്ല. പക്ഷേ മുരളീധരൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം മുരളീധരൻ ഇപ്പോൾ എങ്ങും ഇടമില്ലാതെ നിൽക്കുകയാണ്. MLA അല്ല, MP അല്ല. അപ്പോൾ മുരളീധരന് വ്യക്തമായ ഒരു സ്പേസ് കിട്ടണം. അത് കിട്ടിയേ പറ്റൂ. കാരണം മുതിർന്ന നേതാവാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് പോലും യോഗ്യനായിട്ടുള്ള KPCC അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ തന്നെ സുദീർഘമായ രീതിയിൽ അത് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഒന്ന് ഊർജ്ജസ്വലമായി മാറി KPCC. അങ്ങനെയുള്ള മുരളീധരനെ ഒതുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹൈക്കമാൻഡ്, പ്രത്യേകിച്ച് KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ. വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കും ഉള്ള തീരുമാനത്തിൽ മുരളീധരൻ ആ അപകടം മണത്തറിഞ്ഞു. വട്ടിയൂർക്കാവ് തനിക്ക് വേണ്ട എന്നങ്ങ് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പം MP മാർ മത്സരിക്കേണ്ടതില്ല എന്ന് പറയേണ്ടത് ഹൈക്കമാൻഡാണ്. ഈ MP മാർ വന്നു കഴിഞ്ഞാൽ അവരവരുടെ പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ള ഏതെങ്കിലും നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കും. അവർക്ക് വിജയം ഉറപ്പായിരിക്കും. കാരണം ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പലർക്കും വലിയ ഭൂരിപക്ഷം നേടി. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ കാസർഗോഡ് മണ്ഡലത്തിലുള്ള പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഉദുമ മണ്ഡലത്തിൽ നോട്ടമിടുന്നുണ്ട്. ഇവരൊക്കെ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ, ഇവിടെ നിയമസഭാ സീറ്റ് കൊടുത്ത് വിജയിച്ചു വന്നു, UDF അധികാരത്തിൽ വന്നാൽ ഇവർക്കൊക്കെ മന്ത്രി പദവിയാണ്. കാരണം മുതിർന്ന നേതാക്കന്മാരാണ്. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ VD സതീശനും മറ്റുമൊക്കെ ഒരു സെക്കൻഡ് നിരയെ കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ മുതിർന്ന MP മാർ ഇത്തരത്തിലേക്ക് കടക്കുന്നത്. മാവേലിക്കരയിൽ നിന്നുള്ള കൊടിക്കുന്നിൽ സുരേഷുമുണ്ട്, കച്ചകെട്ടി നിൽക്കുകയാണ്. കൊടിക്കുന്നിൽ സുരേഷ് എവിടെ സ്പേസ് ഉണ്ടോ അങ്ങോട്ടേക്ക് കയറാൻ നോക്കിയിരിക്കുന്ന ആളാണ്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉന്തുകയും തള്ളുകയും ഒക്കെ ചെയ്തതാണ്. ജാതിക്കാട് വരെ എടുത്ത് കാണിച്ചതാണ്. അങ്ങനെ ഒരിക്കലും പാർലമെന്റ് സീറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറാറില്ലായിരുന്നു. കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് 2019 വലിയ പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷയിലൊക്കെയാണ് പലരെയും ഇവിടെ നിന്ന് ഒതുക്കിക്കളഞ്ഞത്. അത് കോൺഗ്രസിന് പറ്റിയ വലിയ അബദ്ധമാണ്. കോന്നി മണ്ഡലത്തിൽ നിന്ന് അടൂർ പ്രകാശിനെ മാറ്റി ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ കൊണ്ടുവരികയും കോൺഗ്രസ്സുകാർക്ക് കോന്നി നിയമസഭാ മണ്ഡലം നഷ്ടപ്പെടുകയും ചെയ്തു. ഇതുപോലെ തന്നെ വട്ടിയൂർക്കാവും, കോന്നിയും വട്ടിയൂർക്കാവും CPM-ൻ്റെ കൈകളിലായിപ്പോയി. അങ്ങനെ ചിലരെ തുരത്താൻ വേണ്ടി ചെയ്യുന്നത് പാർട്ടിക്ക് തന്നെ വലിയ
നാശമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വിവരം ഇവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അത് വേണ്ട തരത്തിൽ അങ്ങോട്ടേക്ക് പാർട്ടിക്ക് ഗുണകരമാകുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ ഇവരൊക്കെ തന്നെ, ഈ പറയുന്ന എം പിമാരൊക്കെ തന്നെ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ ജയസാധ്യത ഉറപ്പായിട്ടുള്ളവരാണ്. ഇവർക്കൊക്കെ മത്സരിക്കണം എന്നുള്ളത് പരസ്യമായ രഹസ്യം തന്നെയാണ്. കാരണം ഒരവസരം കിട്ടുന്നതാണ്. ഇത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇനി ഒന്നും നടക്കത്തില്ല എന്നറിയാം. അങ്ങനെ ഹൈക്കമാൻഡ് അനുമതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് വേറെ ഒരു തടസ്സവും ഉണ്ടാകുകയുമില്ല. ഇപ്പോൾ പന്ത് ഹൈക്കമാൻഡിൻ്റെ കയ്യിലാണ്. അങ്ങനെ ഹൈക്കമാൻഡിൻ്റെ കയ്യിലിരിക്കുന്ന പന്തിന് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഒരു പക്ഷേ കോൺഗ്രസിൽ ഇവർക്ക് ജയസാധ്യത ഉറപ്പുള്ളത് കൊണ്ട് ഇവരെ തന്നെ ഇറക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഭരണം പിടിക്കണമല്ലോ. ഭരണം പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജയസാധ്യത ഉറപ്പുള്ള ഈ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരായിട്ടുള്ള ഈ എം പിമാർക്ക് നിയമസഭയിലേക്ക് മത്സരിക്കാം എന്ന് ഹൈക്കമാൻഡ് തീർച്ചപ്പെടുത്തിയാൽ, കാരണം കേരളത്തിൽ ഭരണം പിടിക്കണം എന്ന് ഹൈക്കമാൻഡിനും താല്പര്യമുണ്ട്. കാരണം ഇവിടെ ഭരണം കിട്ടിയിട്ട് വേണം ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ നക്കപ്പിച്ച വാങ്ങിച്ചുകൊണ്ട് അവിടെ രാഹുൽ ഗാന്ധി പപ്പുമോനും ഒക്കെ ഈ ദൂർത്തടിച്ച് നടക്കാൻ. അവിടുത്തെ ഇന്ദിരാഭവനിലെ ചെലവുകളൊക്കെ കഴിഞ്ഞു പോകേണ്ടത് ഏതെങ്കിലും ഒരു പച്ചത്തുരുത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടണ്ടേ. ഇപ്പം കർണാടകത്തിലുണ്ട്, അവിടുന്ന് എന്തെങ്കിലും കിട്ടും. അപ്പം ഇത്തരത്തിൽ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി മാത്രം അവരിങ്ങനെ ഒരു അധ്വാനം നടത്തുന്നതാണ്. അപ്പം ജയസാധ്യത ഉറപ്പാണെന്നുണ്ടെങ്കിൽ ഈ മുതിർന്ന നേതാക്കന്മാരെ ഹൈക്കമാൻഡ് ഇറക്കാൻ തയ്യാറാകും. കാരണം യുവനിരയെ എത്തിച്ച് ഒരു പരീക്ഷണത്തിന് പോകുമോ എന്നറിയത്തില്ല. പക്ഷേ മുരളീധരൻ തന്ത്രപൂർവ്വം കളിച്ചിരിക്കുന്നതാണ്. മുരളീധരന് സ്പേസ് ഇല്ല എന്ന് കഴിഞ്ഞത് കൊണ്ടാണ് മുരളീധരൻ ഇത്തരത്തിലുള്ള വെടി പൊട്ടിച്ചിരിക്കുന്നത്. താനിപ്പോൾ MLA-യുമല്ല MP-യുമല്ല. അപ്പോൾ ഇനിയും വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുരളീധരൻ ഒരുപക്ഷെ കൊടുക്കുന്ന മണ്ഡലം ചിലപ്പോൾ തോൽക്കുന്ന ഇടമായെന്നും വരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുരളീധരൻ മത്സരിക്കില്ല, മാറി നിൽക്കും. മുരളീധരന് വളരെ സേഫായിട്ടുള്ള മണ്ഡലം തന്നെ കിട്ടിയെങ്കിലേ മത്സരിക്കാൻ തയ്യാറാകത്തുള്ളൂ. സീറ്റ് കാര്യങ്ങൾ വിഭജനം നടക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമാകും. ഇതില്ലെന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്ന എന്താ? മുരളീധരൻ കോൺഗ്രസ് വിടും, അത് ഉറപ്പായ കാര്യമാണ്. BJP-യിലേക്ക് ഒരു പാലം എളുപ്പവുമാണ്. പത്മജ വേണുഗോപാൽ അവിടെ ഉള്ള സ്ഥിതിക്ക്, സഹോദരി അവിടെ ഉള്ള സ്ഥിതിക്ക് അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ വളരെ സുതാര്യമാക്കുകയും ചെയ്യും. അതിന് മറ്റു പിന്നാമ്പുറ ചർച്ചകളൊന്നും തന്നെ ആവശ്യമില്ല. ഒരു വാക്ക് മാത്രം, ദാ വരുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി. മുരളീധരന് പിന്നെ വളരെ രാഷ്ട്രീയത്തിൽ ഒരു നല്ല ഉയർച്ച തന്നെ ഉണ്ടാകും. കോൺഗ്രസിൽ നിന്നാൽ ഇനിയും രാഷ്ട്രീയ ഭാവി ഇല്ലാതായി പോകുന്നൊരവസ്ഥയിലാണ് മുരളീധരൻ ഇത്തരത്തിൽ വെടിപൊട്ടിച്ചത്.